തമിഴ്നാട്ടിലെ തിരുവയ്യാറിലെ പ്രശസ്തമായ പഞ്ചനദീശ്വര ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവയ്യാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സംഗീത ഇതിഹാസം ത്യാഗരാജസ്വാമികളുടെ പേരാണ് നമുക്ക് ഓർമ്മ വരിക. തഞ്ചാവൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തിരുവയ്യാറിന് ആ പേര് ലഭിച്ചത് 5 നദികളുടെ നാട് എന്ന അർത്ഥത്തിലാണ്. കൊള്ളിടം, വെണ്ണാറ്, വെട്ടാറ്, കുടമുരുട്ടിയാറ്, കാവേരി എന്നീ 5 നദികളുടെ സാന്നിധ്യം കൊണ്ടാണ് ആ പേര് ലഭിച്ചത്. 5 നദികളുടെ നാഥൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശിവൻ പഞ്ചനദീശ്വരൻ അഥവാ അയ്യാറപ്പർ എന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ശൈവസന്യാസിയായ തിരുനാവക്കരസർ അഥവാ അപ്പർക്ക് കൈലാസ ദർശനം ലഭിച്ച സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇത് ദക്ഷിണ കൈലാസം അഥവാ ഭൂലോക കൈലാസം എന്നും അറിയപ്പെടുന്നു. പഞ്ചനദീശ്വര ക്ഷേത്രത്തിന്റെ തുടക്കം പല്ലവ കാലത്താണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടത് 10-ാം നൂറ്റാണ്ടിൽ ചോളഭരണകാലത്താണ്, പ്രത്യേകിച്ച് രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്ത്. പിന്നീട് വന്ന പാണ്ഡ്യന്മാർ, വിജയനഗര രാജാക്കന്മാർ, മറാഠ രാജാക്കന്മാർ തുടങ്ങിയവരും ക്ഷേത്രവികാസത്തിൽ പ്രത്യേക പങ്കുവഹിച്ചിട്ടുണ്ട്. 15 ഏക്കറിലായി 5 പ്രാകാരങ്ങൾ, 7 നിലകളുള്ള പ്രധാന രാജഗോപുരം ഉൾപ്പെടെ 4 ഗോപുരങ്ങൾ, 100 കാൽ മണ്ഡപം ഉൾപ്പെടെ നിരവധി മണ്ഡപങ്ങൾ എന്നിവയെല്ലാമുള്ള ഒരു മഹാശില്പോദ്യാനമാണ് ഈ ക്ഷേത്രം. 10-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ ചോള കാലഘട്ടത്തിന്റെ കലാചാതുരിയുടെ നിദർശനങ്ങളാണ്. ക്ഷേത്രത്തിന്റെ പുറംചുമരുകളിൽ നിരവധി പുരാണ കഥാപാത്രങ്ങളുടെയും ദേവതകളുടെയും മനോഹരമായ ശില്പങ്ങൾ കാണാം. 2ാമത്തെ ചുറ്റമ്പലത്തിൽ വിജയനഗര കാലത്തെ നിരവധി ശില്പങ്ങളുണ്ട്. തെക്കുഭാഗത്തെ പ്രവേശന കവാടത്തിനടുത്തുള്ള യമനെ ശിക്ഷിക്കുന്ന ശിവരൂപമായ കാളസംഹാരമൂർത്തിയുടെ ശില്പം ഏറെ ശ്രദ്ധേയമാണ്. തേളുകളും വിഷജീവികളും അടങ്ങിയ മാല ഈ ശില്പത്തിന്റെ പ്രത്യേകതയാണ്. കൂടാതെ ഇവിടുത്തെ ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ് തുടങ്ങിയ ശില്പങ്ങൾ ഏറെ പ്രാചീനമായവയാണെന്ന് കരുതപ്പെടുന്നു. ചോളകാലത്ത് നിർമ്മിച്ച 100 കാൽ മണ്ഡപം ശില്പങ്ങളാൽ സമൃദ്ധമാണ്. ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഉണ്ടാകുന്ന പ്രതിധ്വനികൾ പുരാതന ശില്പ വൈദഗ്ധ്യത്തിന്റെ മികച്ച തെളിവാണ്. പഞ്ചനദീശ്വര ക്ഷേത്രത്തിനകത്തെ ചുറ്റമ്പലങ്ങളുടെ ചുമരുകൾ മറാഠക്കാലത്തെ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഇവയിൽ പലതും ഇപ്പോൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അയ്യാറപ്പനായ ശിവനും ധർമ്മസംവർദ്ധിനി അമ്മൻ എന്ന് വിളിക്കപ്പെടുന്ന പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. കിഴക്കോട്ട് അഭിമുഖമായി 2 പ്രാകാരങ്ങളോടുകൂടിയ ഒരു പ്രത്യേക ക്ഷേത്ര സമുച്ചയം തന്നെയുണ്ട് ദേവീക്ഷേത്രത്തിന്. ഈ ശ്രീകോവിലിന് മുമ്പിലായി കൊടിമരം, ബലിപീഠം എന്നിവ കാണാം. നല്ല ഉയരമുള്ള ദേവീ വിഗ്രഹം മനോജ്ഞമാണ്. അഗസ്ത്യ മഹർഷിക്ക് ദേവീ ദർശനം ലഭിച്ച സ്ഥലമാണിതെന്നും പാർവതീദേവി ഇവിടെ വെച്ച് ധാന്യം സമർപ്പിച്ച് ശിവനെ ആരാധിച്ചുവെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. കർണാടക സംഗീത കുലപതി ത്യാഗരാജസ്വാമികളുടെ വാസസ്ഥലവും രചനാ സങ്കേതവുമായിരുന്നു ഈ ക്ഷേത്രം. ഇവിടുത്തെ ശിവനെയും പാർവതിയെയും പ്രകീർത്തിച്ച് അദ്ദേഹം നിരവധി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ത്യാഗരാജസ്വാമികളുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം ഇതാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് ഇവിടുത്തെ ശിവന് നിവേദ്യം സമർപ്പിക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ടായത്രേ. എന്നാൽ ക്ഷേത്രാധികാരികൾ അത് അനുവദിച്ചില്ല. ഇതിൽ ദുഃഖിതനായ സ്വാമികൾ ക്ഷേത്രത്തിന് പുറത്തുവെച്ച് ശിവനെ സ്തുതിച്ച് ചില കീർത്തനങ്ങൾ പാടി. അദ്ദേഹത്തിന്റെ ഗാനത്തിലലിഞ്ഞ ഭക്തിയിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലുകൾ തകർന്നു വീഴുകയും അദ്ദേഹത്തിന് ശിവനെ ദർശിക്കാൻ കഴിയുകയും ചെയ്തു അത്രേ. ശിവപാർവതിമാർക്ക് പുറമെ ഗണപതി, കാർത്തികേയൻ, നവഗ്രഹങ്ങൾ, നടരാജൻ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, ദുർഗ, ചണ്ഡികേശ്വരൻ, സൂര്യചന്ദ്രന്മാർ, ഭൈരവൻ, ശിവഭക്തരായ 63 നായനാർമാർ എന്നിവരും ഇവിടെ ആരാധിക്കപ്പെടുന്നു. പുരാതന ശില്പകലയുടെ നിഗൂഢ ഭംഗിക്കും പഞ്ചനദീ സംഗമത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനുമൊപ്പം ത്യാഗരാജ സംഗീതത്തിന്റെ അലയൊലികൾ മന്ത്രണം ചെയ്യുന്ന പഞ്ചനദീശ്വര ക്ഷേത്രം യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു സുവർണ ഏടാണ്. ചരിത്രത്തെയും കലയെയും പ്രകൃതിയെയും ഒരുപോലെ ആശ്ലേഷിക്കുന്ന ഈ സർഗഭൂമി അനുഭൂതിയുടെ ഉന്നത തലങ്ങൾ തേടുന്ന ഏതൊരാൾക്കും ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും പകർന്നു തരിക.